സോ വെൽക്കം എവറി വൺ ടു മൈ ന്യൂ എപ്പിസോഡ് ഓഫ് ദുബായ് വ്ളോഗ്. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ദുബായ് യാത്രയിലോട്ട് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം പോകുന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല, ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിനുള്ള സമയമൊക്കെ ആയി, അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. അങ്ങനെ നമ്മളിതേ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് അകത്തേക്ക് കയറാമല്ലോ എന്ന് വെച്ച് കയറാനിരുന്നപ്പോഴാണ് കുറേ നല്ല റെസ്റ്റോറൻറ്റ്സും കഫറ്റേരിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മളതെല്ലാം ഒന്ന് കണ്ട് കറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ വേഗം തന്നെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ അകത്ത് കയറി. എന്ന് വെച്ചാൽ നമ്മൾ എവിടെയും പോയി അകപ്പെടരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് കയറി. 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും അമ്മേൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഒറ്റയ്ക്കുള്ള യാത്ര അത്ര സുഖമല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. ഇതൊക്കെയല്ലേ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് യാത്രയിലൂടെ. പേടിയും അറ്റ് പീക്കിലായതുകൊണ്ട് തന്നെയും ആൾക്കാരോട് ചോദിച്ചും പറഞ്ഞും ഒക്കെയാണ് ഞാൻ പോയത്. എന്തോ ഭാഗ്യത്തിന് മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇമിഗ്രേഷനും പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞു. നമ്മുടെ ബാഗേജൊക്കെ കൊടുത്തു, വെയിറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ലോഞ്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലോഞ്ചിലെ വഴി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കണ്ട് പോകാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ കുറേ നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ തന്നെ നിന്നു. പിന്നെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ടായി, ഈ കുട്ടി ഇതെന്താ ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ തന്നെ പോയി അങ്ങനെ വാഷ്റൂമിൽ പോയി അവിടെയും ഞാൻ നിന്ന് വ്ളോഗ് എടുത്തു. എന്താ കഷ്ടം അല്ലേ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ലോഞ്ചിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ. അപ്പോൾ നമുക്കിതേ ഫ്ലൈറ്റൊക്കെ കാണാം അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അതെല്ലാം കണ്ട് ഞാൻ ആസ്വദിച്ച് കുറേ നേരം വീഡിയോ എടുത്തപ്പോഴാണ് നമ്മുടെ എയർ ഹോസ്റ്റസ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് ഇനിയും 2 hours ഫ്ലൈറ്റ് ഡിലേ ആണ്. എന്താ കഷ്ടം. വീണ്ടും നമ്മളവിടെ ഇങ്ങനെ ഇരുന്നു. കുറേ പേര് ഉറങ്ങുന്നുണ്ടായി, കുറേ പേര് ഫോണിൽ നോക്കുന്നുണ്ടായി, കുറേ പേര് കഴിക്കുന്നുണ്ടായി. അപ്പോൾ എനിക്കും വിഷമം. അപ്പോൾ ഞാനൊരു ലേസിൻ്റെ ഇത് പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എടുത്ത് കഴിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമായി നോക്കി അങ്ങനെ ഇരുന്നു. എനിക്ക് ഉറക്കം വന്നെങ്കിലും ഞാൻ കുറച്ച് നേരമൊക്കെ പിടിച്ച് നിന്നു. പിന്നെ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൽ അനൗൺസ്മെൻറ്റ് വന്നു, ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് എന്നറിഞ്ഞു. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. രക്ഷപ്പെട്ടു. ഇപ്പോൾ എടുക്കൂ എന്ന് പറഞ്ഞു ഒരു 1/4 മണിക്കൂർ ഇരുന്നെങ്കിലും പണി പാളി, ഫ്ലൈറ്റ് എടുത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് എടുത്തു. ഒരു 6 o'clock ഒക്കെ ആയി കാണും. അപ്പോൾ അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് കിടക്കാൻ പോയപ്പോഴേക്കും ഭയങ്കര ഹൈജാക്കിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു, അത്ര ഇതില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല ഫ്ലൈറ്റിൽ. സോ വെതറിൻ്റെയൊക്കെ കണ്ടീഷൻസ് ഭയങ്കര മോശമായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ കണ്ണൊക്കെ തുറന്ന് അങ്ങനെ ഇരുന്നു. കുറേ പേര് ഉറങ്ങണ്ടായെങ്കിൽ പോലും എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു, ഒട്ടും സുഖമില്ലായിരുന്നു. ഒന്നാമത്തെ നടുക്കത്തെ സീറ്റ് കൂടെ ആയതുകൊണ്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള സമയമായി. അപ്പോഴാണ് അറിഞ്ഞത് 15 minutes കൂടി ഫ്ലൈറ്റ് ലേറ്റ് ആണെന്നുള്ളത്, ഡ്യൂ ടു ബാഡ് വെതർ കണ്ടീഷൻ. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ സമയം തള്ളി നീക്കി. അങ്ങനെ ഫൈനലി നമ്മൾ ഷാർജ എത്തി. സോ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളൊരു ബസ്സിൽ കയറി. അവിടെ നിന്നാണ് അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ കണ്ണിൽ ഫുൾ ഉറക്കമയമാണ്. റൂമിലെത്തിയ പാടെ ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കിടന്ന് ഉറങ്ങണം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്, ഫാമിലിയുടെ കൂടെ അല്ലാതെ ഫസ്റ്റാണ് ഞാനിങ്ങനെ ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത്. അതെനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പൊട്ടലും ചീറ്റലും കുറേ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചെങ്കിലും ഫൈനലി ഞാൻ ഷാർജ എത്തി. എങ്ങനെയൊക്കെയോ ഇവിടുത്തെ ചെക്കിങ്ങും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞ് ടിക്കറ്റ്സ് എല്ലാം കൊടുത്ത് നമ്മൾ പെട്ടിയെല്ലാം കിട്ടി. ഞാൻ കറക്റ്റ് ഇറങ്ങി വന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അപ്പോഴേക്കും എൻ്റെ പെട്ടി വന്നു. അങ്ങനെ നമ്മളിതേ ഫൈനലി മമ്മീനെ മീറ്റ് ചെയ്തു. അങ്ങനെ ടാക്സിയിൽ നേരെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. അങ്ങനെ അമ്മേനെ കണ്ടു. അമ്മ എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒരു ഡേ ഇൻ ദുബായ് ലൈഫ്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളും വീഡിയോസും ഒക്കെ വരും വീഡിയോസിൽ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. ഇതുവരെ തന്നുകൊണ്ടിരുന്ന ലവ് ആൻഡ് സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു.
So thanks for watching. Bye.